മോഹൻലാൽ എന്ത് ചെയ്യുന്നു എന്ന് സാഗൂതം നോക്കി നിൽക്കുന്ന ചിലരുണ്ട് സോഷ്യൽ മീഡിയയിൽ. മോഹൻലാലിന്റെ ഒരു സിനിമ ഇറങ്ങുമ്പോഴേക്കും അതിന്റെ നെഗറ്റീവ് റിവ്യൂകൾ ഇവർ ഇട്ടിരിക്കും. ഏതെങ്കിലും ഒരു സമകാലിക വിഷയത്തിൽ മോഹൻലാൽ പ്രതികരിച്ചാൽ അതിനെ പരിഹസിക്കും. പ്രതികരണമില്ലെങ്കിൽ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് വിമർശിക്കും. ഇപ്പോൾ വയനാട് സംഭവം നടന്നു. മോഹൻലാൽ കേണലല്ലേ, മേപ്പാടിയൊന്ന് വന്നുകൂടെ എന്നൊക്കെയായിരുന്നു ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആർമിയെ അഭിനന്ദിച്ച് മോഹൻലാൽ ഇട്ട പോസ്റ്റിന്റെ അടിയിൽ ചില പ്രബുദ്ധർ കമന്റ് ഇട്ടത്. മമ്മൂട്ടിയും സൂര്യയും വിക്രമും സഹായധനം പ്രഖ്യാപിച്ചപ്പോൾ ഉടനെ അടുത്ത പ്രബുദ്ധ കമന്റ്സുകൾ. മോഹൻലാൽ പിച്ച ചോദിച്ചാൽ പോലും കൊടുക്കില്ല, ഇയാൾ മലയാളിയല്ലേ തുടങ്ങി അദ്ദേഹത്തെ തെറിവരെ വിളിച്ചുള്ള കമന്റുകൾ. അദ്ദേഹം 25 ലക്ഷം ദുരിതാശ്വാസത്തിന് കൊടുത്തപ്പോൾ ഉടനെ അടുത്ത കമന്റ്സ്, കൊടുത്തത് കുറഞ്ഞുപോയി, 1 കോടിയെങ്കിലും കൊടുക്കാമായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ ലാലേട്ടൻ ഭാഗമായിട്ടുള്ള മദ്രാസ് ബറ്റാലിയനാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഭാഗമായിട്ടുള്ളത്. ഒരു ലഫ്റ്റനന്റ് കേണലിന്റെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ് തന്റെ ബറ്റാലിയൻസിലുള്ള ഫോഴ്സിന് മോട്ടിവേഷൻ നൽകുക, അവരുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കുക എന്നതൊക്കെ. ഇത് മറ്റൊരു കേണലായ മഹേന്ദ്ര സിംഗ് ധോണിയടക്കം ചെയ്യുന്ന ഡ്യൂട്ടിയാണ്. ഇന്ന് വയനാട്ടിലുള്ള ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന്റെ വാർത്ത വരുന്നതിന്റെ അടിയിലും ചില പ്രബുദ്ധർ നെഗറ്റീവ് കമന്റ്സ് ഇട്ട് ആഹ്ലാദിക്കുന്നത് കാണാം. ഇപ്പോഴിതാ അദ്ദേഹം വയനാട് പുനരധിവാസത്തിനു വേണ്ടി ആദ്യഘട്ടമായി 3 കോടി രൂപ വിശ്വശാന്തി ഫൗണ്ടേഷൻ വഴി കൊടുക്കും. കൂടാതെ തകർന്നടിഞ്ഞ LP സ്കൂൾ റീബിൽഡ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം പോക്കറ്റിൽ നിന്നും ഒരു 50 രൂപ പോലും ദുരിതമനുഭവിക്കുന്നവർക്ക് കൊടുക്കാതെ അപ്പോഴും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് മാത്രം തേടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രബുദ്ധരോടും കൂടിയാണ് നിങ്ങൾ നിങ്ങളുടെ ജന്മസിദ്ധമായി കിട്ടിയ പണി തുടരുക. ലാലേട്ടൻ ഇവിടെയൊക്കെ തന്നെ കാണും. മതരാഷ്ട്രീയ വിദ്വേഷമില്ലാതെ മലയാളികൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ അംഗീകരിക്കുകയും ചെയ്യും.